യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ പരമ്പരാഗത കാർഷിക വ്യവസായ മേഖലകൾക്ക് വൻ നേട്ടമുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 50% തീരുവയിൽ പ്രതിസന്ധിയിലായ സമുദ്രോൽപ്പന്ന, കയർ, സുഗന്ധവ്യഞ്ജന, ടെക്സ്റ്റൈൽ തുടങ്ങിയ മേഖലകൾക്ക് വിപണി വികസിപ്പിക്കുന്നതിനും തിരിച്ചടി മറികടക്കുന്നതിനും പുതിയ വ്യാപാര കരാർ അവസരമൊരുക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്തോനേഷ്യ, വിയറ്റ്നാം, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കാൻ കേരളത്തിലെ കയറ്റുമതിക്കാർക്ക് കഴിയും. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയുടെ കയറ്റുമതിയിൽ 7500 കോടി ഡോളറിന്റെ വർധനവുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് കരാറിന് പ്രയോജനം ലഭിക്കും. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ സമുദ്രോൽപ്പന്ന, കയർ, ടെക്സ്റ്റൈൽ കയറ്റുമതിക്കാർക്ക് യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിൽ നാമമാത്രമായ തീരുവയോടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കരാർ വഴിയൊരുക്കും. ഇടുക്കി, വയനാട് കർഷകർക്കും മികച്ച നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങി 12 സംസ്ഥാനങ്ങളിലെ കയറ്റുമതിക്കാർക്ക് വ്യാപാര കരാർ വിപുലമായ അവസരങ്ങൾ തുറന്നിടും. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മുതൽ പരമ്പരാഗത തൊഴിലാളികൾക്കും കർഷകർക്കും കരാറിലൂടെ വൻ നേട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, തേയില, കുരുമുളക്, കാപ്പി, തുണിത്തരങ്ങൾ, കയർ, കശുവണ്ടി, സ്വർണ്ണാഭരണങ്ങൾക്കെല്ലാം തീരുവ ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും പഠനത്തിനും തൊഴിൽ തേടിയുമൊക്കെ യൂറോപ്പിലേക്ക് ചേക്കേറാൻ നടപടിക്രമങ്ങൾ ലളിതമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണിയാണ് കരാറിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുറന്നു കിട്ടുന്നത്. പ്രീമിയം കാറുകളും അതുപോലെ തന്നെ സ്കോച്ച് വിസ്കി, പ്രീമിയം യൂറോപ്യൻ വൈന്, ശീതീകരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യയിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ യൂറോപ്യൻ കമ്പനികൾക്ക് അവസരമുണ്ടാകും.